പ്യൂരിറ്റി തട്ടിപ്പിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെതിരെ കേസെടുത്ത പോലീസ്. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിനെതിരെയാണ് കേസ്. ഷോറൂം മാനേജർ, കാരറ്റോമീറ്റർ ഓപ്പറേറ്റർ, ജീവനക്കാർ എന്നിവരെ പ്രതികളാക്കിയാണ് കേസ്. കാരറ്റോമീറ്റർ മെഷീനും രേഖകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. उन्होंने बोला कि भाई मैंने आपसे 22 कैरेट 916 HUID का सामान लिया था, उसको आज मैं मलाबार में एक्सचेंज करने आया हूँ, तो यहाँ इस सामान को 20 कैरेट बता रहे हैं। वो मेरे भर के कि भाई तूने पैसा 22 कैरेट का लिया तो 20 कैरेट सोना क्यों दिया? तो भाई ऐसा नहीं होता है, कहीं और टेस्ट कराओ, नहीं तो आप मेरे पास आओ, अगर मैं HUID दिया हो तो बोला നോബിൾ, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ മാറ്റ് പരിശോധനയിൽ എന്ത് കൃത്രിമമാണ് കണ്ടെത്തിയിരിക്കുന്നത് നോബിൾ? സ്മൃതി, കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് ബ്രാഞ്ചുകളുള്ള ജ്വല്ലറിയാണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പോൾ അവർക്ക് എതിരെയാണ് ഒരു സ്വർണ്ണ തട്ടിപ്പിന്റെ പരാതി വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്, ഇത് പരാതി വന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ഷോറൂമിന് എതിരെയാണ്. ഇതിൽ പരാതിയിൽ പ്രധാനമായും പറയുന്നത്, ഈ പറഞ്ഞ പർവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു ഉപഭോക്താവ്, അയാളുടെ പക്കൽ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. സമീപത്തെ SK ജ്വല്ലറി എന്ന് പറയുന്നൊരു ജ്വല്ലറിയിൽ നേരത്തെ വാങ്ങിയതാണ്. ഇതൊന്ന് മാറ്റി വാങ്ങാൻ വേണ്ടി ഇയാൾ മലബാർ ഗോൾഡിൻ്റെ ഷോറൂമിൽ എത്തുന്നു. അവിടെ അതിന് പ്യൂരിറ്റി പരിശോധന നടത്തുമ്പോൾ, അതിൻ്റെ ഈ മാറ്റു പരിശോധന നടത്തുമ്പോൾ ഇതിൽ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് മാറ്റു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ ആദ്യത്തെ 2-3 തവണ പരിശോധന നടത്തിയപ്പോഴും ഇത് 22 ക്യാരറ്റ് സ്വർണ്ണമല്ല, 20 ക്യാരറ്റ് സ്വർണ്ണമാണ് എന്നും ഇതിൽ BS ഹാൾമാർക്ക് ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കടയിലെ ജീവനക്കാർ വ്യക്തമാക്കുന്നു. ഇതിൽ ഈ പറഞ്ഞ ഉപഭോക്താവ് വലിയ തരത്തിൽ പരിഭ്രാന്തനാവുകയും ഇയാൾ സ്വർണം മേടിച്ച് SK ജ്വല്ലറിയിലേക്ക് ഇതുമായി പോവുകയും ചെയ്യുന്നു. പിന്നീട് ഈ SK ജ്വല്ലറിയുടെ അവിടുത്തെ ഉടമയായിട്ടുള്ള ആളുമായി, ഉടമയുടെ പേര് എന്ന് പറയുന്നത് സ്വർണം വാങ്ങിയ, അതായത് സ്വർണം യഥാർത്ഥത്തിൽ നിർമ്മിച്ച കടയുടെ ഉടമ സാഗർ കേസരിയാണ്. സാഗർ കേസരിയുമായി വീണ്ടും മലബാർ ഗോൾഡിലേക്ക് മടങ്ങിയെത്തുകയാണ്. അവിടെ വെച്ച് വീണ്ടും ഇവർ പ്യൂരിറ്റി പരിശോധന നടത്തുമ്പോഴും ഈ പറഞ്ഞ 20 ക്യാരറ്റ് സ്വർണ്ണമാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നീട് ഈ കടയുടമ ഒരു കടയുടമയാണെന്നും ഈ പ്യൂരിറ്റി പരിശോധന നടത്തുന്ന ഈ മെഷീൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്തതിന് പിന്നാലെ നോക്കുമ്പോൾ ഈ പരിശോധനാ ഫലം അത് 22 ക്യാരറ്റ് സ്വർണ്ണമാണ് എന്ന് തെളിയുകയാണ് ചെയ്തത്. അതായത് പ്യൂരിറ്റി പരിശോധിക്കുന്ന യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഉപഭോക്താക്കളുടെ വലിയ തരത്തിൽ അവരെ തട്ടിപ്പ് നടത്തുന്ന രീതിയായിരുന്നു മലബാർ ഗോൾഡിൽ അവിടെ സ്വീകരിച്ചിരുന്നത് എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതിനു പിന്നാലെ SK ജ്വല്ലറിയുടെ ഉടമ കേസരി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകുന്നു. പിന്നീട് പോലീസ് ഇപ്പോൾ ഇതിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രധാനമായും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഷോറൂമിന്റെ മാനേജർ, അതോടൊപ്പം തന്നെ ഹോൾമാർക്ക്, അതോടൊപ്പം ഈ സ്വർണ്ണത്തിന്റെ പ്യൂരിറ്റി പരിശോധിക്കുന്ന ഓഫീസർ, മറ്റ് ജീവനക്കാർ അടക്കമുള്ളവർക്ക് എതിരെയാണ് FIR എന്താണെങ്കിലും ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്യൂരിറ്റി പരിശോധിക്കാൻ ഉപയോഗിച്ച ഈ യന്ത്രം അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇത്തരത്തിൽ പല കേരളത്തിൽ വിവിധയിടങ്ങളിൽ, രാജ്യത്തിന് പുറത്തുമൊക്കെ ഉള്ള വലിയ ജ്വല്ലറി ഗ്രൂപ്പാണിവർ. ഇത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലുള്ള മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇതൊരു വിശദമായ പരിശോധനയിലേക്കും വ്യാപകമായ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ ഒരു ഷോറൂം, അവിടുത്തെ ഷോറൂം മാനേജർ ആണ് ഇപ്പോൾ കാരറ്റോമീറ്റർ ഓപ്പറേറ്റർ, ജീവനക്കാർ എന്നിവരെ പ്രതികളാക്കിയുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്ഥിരമായി എല്ലായിടത്തും സംഭവിക്കുന്നതാണോ എന്ന പരിശോധനയ്ക്ക് കൂടി കടക്കേണ്ടി വരുമോ? സ്മൃതി, ഉയരുന്ന സംശയം അതാണ്. കാരണം നമുക്കറിയാം, കേരളത്തിലേക്ക് ഒരുപാട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഷോറൂമുണ്ട്. കേരളത്തിന് പുറത്ത് ദില്ലി അടക്കമുള്ള ഇടങ്ങളിൽ, ഒപ്പം വിദേശത്തുമൊക്കെ ഷോറൂമുണ്ട്. പലരും അവിടെ പോയി സ്വർണം മാറ്റി വാങ്ങുന്നതൊക്കെയാണ്. ഇത്തരത്തിൽ ഈ മാറ്റി പരിശോധനയിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ഉപഭോക്താക്കളുടെ പണം തട്ടുന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ബിലാസ്പൂരിൽ ഉയർന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലബാർ ഗോൾഡിന്റെ മറ്റു ജ്വല്ലറികളിലേക്ക് സമാനമായ പരിശോധനകളും, ഒപ്പം നിലവിൽ സ്വർണം വിറ്റ് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്കുമൊക്കെ വേണമെങ്കിൽ പരാതിയായി പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതാണെങ്കിലും ബിലാസ്പൂരിലെ ഷോറൂമിൽ ഈ സ്വർണത്തിന്റെ മാറ്റി പരിശോധിക്കുന്ന യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ 22 ക്യാരറ്റ് ബ്രേസ്ലെറ്റിന് 20 ക്യാരറ്റാണെന്ന് കാണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണെങ്കിലും അത് വലിയ തരത്തിൽ ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതും അവരെ ഇതിൽ ചതിയിൽപ്പെടുത്തുന്നതുമാണ് എന്നാണ് ഇപ്പോൾ ഈ പരാതിയിലെ ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. പരാതിക്ക് പിന്നാലെ മേഖലയിലെ സറാഫ അസോസിയേഷൻ പ്രതിനിധികൾ അവിടെ ഷോറൂമിനകത്ത് പ്രതിഷേധിക്കുകയും ജീവനക്കാരുടെ പണം അടക്കം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഉപഭോക്താക്കളുടെ പണം അടക്കം തട്ടിയെടുക്കുകയും അതോടൊപ്പം തന്നെ മുൻകാലത്ത് അവിടെ പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടകളുടെയൊക്കെ അവരുടെ പരിശുദ്ധിയെ, അവരുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്യുന്നൊക്കെ ആയ നടപടിയാണ് ഇപ്പോൾ മലബാർ ഗോൾഡിന്റെ ഭാഗത്ത് ഉണ്ടായെന്ന് കാണിച്ചുകൊണ്ട് അവിടെ വലിയ പ്രതിഷേധമൊക്കെ എന്തായാലും നടന്നിട്ടുണ്ട്. അതായത് ഈ മെഷീൻ പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. ഇത് വിശദമായി തന്നെ പരിശോധിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.